പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കഷ്ടത സഹിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെ വിവരിക്കുന്നതും ഒരു കാവ്യഗ്രന്ഥവും കൂടിയായ ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ചാണ്. ബൈബിളിലെ 18ാമത്തെ പുസ്തകമാണ് ഇയ്യോബ്. അധ്യായങ്ങൾ 42, വാക്യങ്ങൾ 1070, ചരിത്രപരമായ വാക്യങ്ങൾ 1066, പ്രവചനപരമായ വാക്യങ്ങൾ 4, ചോദ്യങ്ങൾ 329, ആജ്ഞകൾ 13, മുന്നറിയിപ്പുകൾ 4, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 10. ബൈബിളിലെ 5 കാവ്യഗ്രന്ഥങ്ങൾ ആദ്യത്തേതാണ് ഈ പുസ്തകം. വിജ്ഞാന ഗ്രന്ഥങ്ങളിലും ആദ്യത്തേതാണ്. ബൈബിളിലെ അതിപ്രാചീന ഗ്രന്ഥമാണ് ഇയ്യോബ്. ഗോത്രപിതാവായ അബ്രഹാമിന്റെ സമകാലികനാണ് ഇയ്യോബ് എന്ന് കണക്കാക്കുന്നു. സീനായ് മലയ്ക്ക് കിഴക്കായിരുന്നു ഊസ് എന്ന് വിചാരിക്കുന്നു. അത് മിദ്യാനിൽ വസിച്ചിരുന്ന പ്രദേശമായിരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അതികഠിനമായ പീഡനമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ലോകാരംഭം മുതൽ മനുഷ്യ മനസ്സിനെ ക്ലേശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ദൈവഭക്തനും നീതിമാനുമായ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത്. തന്നെത്താൻ നീതീകരിച്ച ഇയ്യോബിനോ അവനെ കുറ്റം വിധിച്ച അവന്റെ സ്നേഹിതന്മാർക്കോ ഈ പ്രശ്നത്തിന് യുക്തിയുക്തമായ ഒരു മറുപടി നൽകുവാൻ കഴിഞ്ഞില്ല. ഇയ്യോബ് എന്ന എബ്രായ പേരിന്റെ അർത്ഥം പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാണ്. എന്നാൽ അറബി ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പ്രസ്തുത പേരിന് മാനസാന്തരപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഈ രണ്ടർത്ഥങ്ങളും ഈ പുസ്തകത്തിന് അനുയോജ്യം തന്നെ. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം: പ്രതിസന്ധികളിലും പതറാതെ നിൽക്കുവാൻ ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുക, ദൈവം സകല കാര്യങ്ങളും നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വാസികൾക്ക് ബോധ്യം വരുത്തുക, ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാൻ അവരെ സജ്ജരാക്കുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ: യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ മോശയാണ്. ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഊസ് ദേശം മോശ 40 വർഷം ജീവിച്ച മിദ്യാൻ ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്ത് പ്രസിദ്ധി നേടിയ ഒരു സംഭവമെന്ന നിലയിലും ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിൽ നടന്ന സംവാദത്തിന്റെ രേഖകൾ മിദ്യാനിലെ താമസക്കാലത്ത് തനിക്ക് ലഭിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാലും മോശയാണ് ഇതിന്റെ എഴുത്തുകാരനെന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 1480 1460 മധ്യേ. എഴുതിയ കാലക്രമത്തിൽ വേദപുസ്തകത്തിലെ 1ാം പുസ്തകമായി ഇതിനെ കണക്കാക്കുന്നു. ഈ പുസ്തകം എഴുതിയ സ്ഥലം ഊസ് ദേശത്ത് വച്ച്. കാലപരിധി: ഏകദേശം 200 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിനുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.